നമ്മളെ പടിഞ്ഞാറൻ നടയിലേക്ക് പോട്ടപ്പോൾ നടക്കുന്നതിൻ്റെ നമ്മൾ പടിഞ്ഞാറൻ നടയിലെത്തി. മുകളിലേക്ക് വണ്ടി കയറ്റാൻ പാടില്ല. നമ്മളിനി റൗണ്ടിലേക്ക് പോയിട്ട് തിരിച്ചു പോകാൻ നമ്മൾ. തേക്കിൻകാട് മൈതാനമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സേവ് ദ ഡേറ്റുകാരും രാവിലെ നടത്തക്കാരും ഒക്കെ ഉണ്ട്. ഇതാണ് അയ്യാ തേക്കിൻകാട് മൈതാനം. സൈക്കിളിൽ യാത്ര, അതും ടാൻഡം സൈക്കിള്. CID മൂസ സൈക്കിളിൽ പടച്ചു പവർ വരട്ടെ. വണ്ടി ഓർത്താൻ പറ്റില്ല. ഞങ്ങളുടെ സൈക്കിൾ കണ്ടിട്ട് ഒരു ചേട്ടൻ സൈക്കിൾ നോക്കാൻ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് യൂട്യൂബ് ചാനലുണ്ട്, സഹ്യാദ്രി ബൈ ടെൽവിൻ. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് ബിജു പവിത്ര. വീട് എവിടെയാ? വീട് തൃക്കൂര്. അപ്പൊ ഞങ്ങളുടെ സൈക്കിൾ കണ്ടിട്ട് ബിജു ചേട്ടൻ ഞങ്ങളുടെ സൈക്കിൾ നോക്കാൻ വേണ്ടി വന്നോക്കണം വേണ്ട. ഓക്കെ, ഞാനൊന്ന് ചവിട്ടണം. ബിജു ചേട്ടൻ്റെ സൈക്കിൾ ചവിട്ടണം എന്നൊരു ആഗ്രഹം. അപ്പൊ ഞങ്ങൾ സൈക്കിൾ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ വടക്കുന്നാഥൻ്റെ മുമ്പിൽ എല്ലാ വീഡിയോസും കവർ ചെയ്യണതാണ്. തൃശ്ശൂർ രാവിലെ ഒരു 6 മണി മുതൽ 7 മണി വരെയുള്ള എല്ലാ വിശേഷങ്ങളും. ഇന്നിപ്പോൾ ഗാന്ധി ജയന്തിയാണ്, വളരെ നല്ലൊരു ദിവസമാണ്. ഇന്നത്തെ വീഡിയോ പോലും നമ്മൾ എടുത്തു കഴിഞ്ഞു. എന്തായാലും ഇവർ അതിലും എനർജിയുള്ള അടുത്ത തലമുറയാണ്. നമുക്ക് ഈ തലമുറയുടെ കൂടി കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാം. ഒരാളിരിക്കും. അതൊന്നും കുഴപ്പമില്ല, സൈക്കിളല്ലേ. ചേട്ടൻ പോവാട്ടാ. അപ്പോട്ടെ. എന്റെ സൈക്കിൾ എടുക്ക്. എന്തായാലും പുതിയ തലമുറയ്ക്കാണ് എന്തും പറ്റുള്ളൂ. ചെറുപ്പക്കാർക്ക് മാത്രമാണ് ഈ ലോകത്തിൽ എന്തും മാറ്റം പറ്റുള്ളൂ. അത് ഇവർ തെളിയിക്കണം. എങ്ങനെ പേരെങ്ങനെയാണ് നിങ്ങളുടെ? ടെൽവിൻ. സഹ്യാദ്രി. അതെ, ഗംഭീരായിരിക്കണു കേട്ടോ, സമ്മതിച്ചിരിക്കണു. കാരണം അടിപൊളി. ഞങ്ങളിപ്പോൾ തിരിച്ചു പോവാണ് പടിഞ്ഞാറേക്കോട്ടയിൽ നിന്ന് അയ്യന്തോൾ വഴി. നമ്മുടെ തൃശ്ശൂരത്തെ മോഡൽ റോഡ് എന്ന് പറഞ്ഞ റോഡാണ്. തൃശ്ശൂർ ഏറ്റവും ഭംഗിയുള്ള റോഡ് നമ്മുടെ അയ്യന്തോൾക്കുള്ള മോഡൽ റോഡാണ്. കളക്ടറേറ്റ്, കോടതി എന്നൊക്കെ പറയുന്ന സ്ഥലത്തേക്കുള്ളത് അയ്യന്തോൾ. ഞങ്ങളുടെ ഫോട്ടോ എടുക്കാനേ നാട്ടുകാർ, ഇവിടുത്തെ നാട്ടുകാർക്കൊക്കെ ഒരു അത്ഭുതം. 3 പേരെ വെച്ച് സൈക്കിൾ ചവിട്ടുമ്പോൾ. നമ്മൾ പോലും ഇത്തരം സൈക്കിള് സിനിമകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. മോഡൽ റോഡിലൂടെയുള്ള യാത്രയാണ് നമ്മൾ. അയ്യന്തോളാട്ടോ നമ്മുടെ
TM പ്രതാപൻ MBOയുടെ ഓഫീസ്. അയ്യന്തോളുന്നേ പുഴയ്ക്കൽ പിടിച്ചു. പഞ്ഞിക്കൽ പാലം. പുഴയ്ക്കല് നമ്മുടെ ലുലു ഹയാട്ട് റീജൻസി ലുലുവിൻ്റെ മുന്നിൽ നമ്മുടെ ഡ്രൈവർ, നമ്മുടെ CID മോട്ടോർ സൈക്കിളിൻ്റെ ഡ്രൈവർ ഷബാൻ്റെ അപ്പച്ചൻ്റെ ഒരു ചായക്കടയുണ്ട്. അപ്പച്ചൻ വർക്ക് ചെയ്യണത് ടീ ബ്രേക്ക് എന്നാണ് അതിൻ്റെ പേര്. അവിടെ പോയിട്ട് ചായ കുടിക്കാനാണ് നമ്മുടെ അടുത്ത പ്ലാൻ. രാവിലെ ഞങ്ങൾ സൈക്കിൾ ചവിട്ട് ഇറങ്ങിയിട്ട് ഒരു ചായ പതിവാ. ഒറ്റ ചായ മതി. മുതുവറിയും വിലങ്ങുന്നിട്ടും കയറ്റം ചവിട്ടി കയറ്റി ഞങ്ങൾക്ക് പേരാമംഗലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ടീ ബ്രേക്ക് ലക്ഷ്യമാക്കി പോകാണ് കേട്ടോ. അവിടെ വർഗീസാട്ടുണ്ട്. അടിപൊളി ചായ നമുക്ക് ഇട്ടുതരും. വർഗീസാട്ടൻ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ് പോണത്. ടീ ബ്രേക്ക് അല്ലേ? ഇന്ദിരാണി ടീ ബ്രേക്ക് എന്നാ പേരുന്നു. ഹയാട്ട് റീജൻസിയുടെ ഓപ്പോസിറ്റ് നമ്മുടെ ടയോട്ടയുടെ അവിടെ നിന്ന് അയ്യന്തോൾക്ക് പോണ വഴിയില്ലേ, ഹയാട്ട് റീജൻസിയുടെ ഓപ്പോസിറ്റ്. ബാക്ക് ഓക്കെ. അപ്പോൾ നമ്മൾ ടീ ബ്രേക്ക് ലീവ് ആണ്. നമ്മുടെ സബാൻ്റെ അപ്പച്ചൻ വർക്ക് ചെയ്യുന്ന കടയാട്ടാ. ടീ ബ്രേക്ക് വർഗീസേട്ടാ. നമ്മൾ പറഞ്ഞ ടീ ബ്രേക്ക് വർഗീസേട്ടോ. ടീ ബ്രേക്ക് ഇട്ടാ. പുനർവേഗം ശുദ്ധമായ പശുവിൻ പാലിൽ ചായ, രുചികരമായ തലശ്ശേരി പലഹാരങ്ങൾ. നമ്മൾ വർഗീസേട്ടൻ മുതലാളി സന്തോഷേട്ടൻ. ചായ 4 ചായ. റീസാറിന്റെ ചായ അടിയാട്ടാ. സൂപ്പർ ചായ ആയിരുന്നു ഇന്നലത്തെ. ഇന്നലെ ഞങ്ങള് ചായ വന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നു ഹെൽമെറ്റ് വാങ്ങാൻ വന്നപ്പോ. കിട്ടില്ല ചായയാണ്. പിള്ളേര് ക്ഷീണിച്ചിട്ട് നമ്മുടെ പിള്ളേര്. ശബാന ക്ഷീണണ്ടാ? ചേട്ടാ ഇങ്ങനെയുണ്ട് ചായ. ലുലുലു വരയ്ക്കണല്ലേ. ചെറിയൊരു യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ, സഹ്യാദ്രി ബൈ ടെൽവിൻ.
നല്ല ചായ കേട്ടാ. ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ചെറുതായിട്ട് ബൂസ്റ്റൊക്കെ കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് ചായ സൂപ്പർ ആവണം. അല്ലെങ്കിലും ചായ സൂപ്പർ തന്നെയായിട്ട് ഇവിടുത്തെ ടീ ബ്രേക്കിലത്തെ. അപ്പോൾ പുഴയ്ക്കൽ ലുലുവിൻ്റെ മുന്നിലാണ് നമ്മുടെ ടീ ബ്രേക്ക് ചായക്കടയുള്ളത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ വർഗീസേട്ടൻ, ഞങ്ങളുടെ പേര് പറഞ്ഞാൽ മതി, സഹ്യാദ്രി ബൈ ടെൽവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിലും ചായ കിട്ടും. ബാക്കിലാണ് ചായ ഇരിക്കണത്, ഫ്രണ്ടിൽ 2 പേരും കൂടി ഉണ്ട്. ഏറ്റവും ബുദ്ധിമുട്ട് ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കാണ്. ഹാൻഡിലുമിക്ക് നല്ല പ്രഷർ വരും. ബാക്കിലിരിക്കുന്ന ആൾക്ക് വലിയ പ്രശ്നമില്ല, ചവിട്ടാനാണ് ചെറുതായിട്ടൊരു ടൈറ്റ് വരാം, കൂടുതൽ ചവിട്ടേണ്ടി വരും. ഞങ്ങളുടെ പേരാമംഗലം പള്ളിയാട്ടാ. ഈ പള്ളിയുടെ മുന്നിൽ നിന്നാണ് ഞങ്ങളുടെ ഓരോ യാത്രയും തുടങ്ങുന്നത്. യാത്ര അങ്ങനെ അവസാനിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഞങ്ങൾക്ക് ഈ സൈക്കിളിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന സഹ്യാദ്രി ടെൽവി ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ പരമാവധി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു കേട്ടോ.